gentlemen. Welcome to Pantaloon Saima 2019, co-presented by Hello App. We are going to be the anchors for today. This is Rajesh Keshav. And this gorgeous lady is Pearly Mani Srinish. അതെ ഇപ്പൊ കുറച്ച് പേരൊക്കെ നീണ്ടു. എന്തായാലും we both are very very happy and proud ഇന്നിവിടെ നിൽക്കാനും നിങ്ങളുടെ മുമ്പിൽ. ഇത് ഇത്രയും വലിയൊരു ക്രൗഡ്. സത്യമായിട്ട് ഞങ്ങളൊക്കെ കുട്ടിമാമ ഞങ്ങൾ എല്ലാവരും ഞെട്ടിമാമ. ഭയങ്കര ഒരു ക്രൗഡാണ്. So thank you so much for being here. സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബ്രഹ്മാണ്ഡ അവാർഡ് നിശയ്ക്ക് ഇവിടെ തിരിതെളിയുകയാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഖത്തറിന്റെ ഈ മണ്ണിൽ. So are you guys ready? കേൾക്കുന്നില്ല? Yes, thank you so much. So Rajesh. ഇനിയുള്ള മണിക്കൂറുകൾ സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷയിലെ താരങ്ങളെ ആദരിക്കാനുള്ള ഒരു ചടങ്ങിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഇന്ന് ഇവിടെ ഡാൻസ്, പാട്ട്, സെലിബ്രേഷൻ, ഇത്രയും സെലിബ്രിറ്റീസ് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇവരുടെയൊക്കെ കൊണ്ട് നമ്മൾ പെർഫോം ചെയ്യിപ്പിക്കും. Okay. Absolutely. We're going to have so much fun today. So once again, are you guys ready? Qatar. എന്തൊരു സൗണ്ട്, എന്തൊരു എനർജി. ഐ ആം സോ ഹാപ്പി. എനിക്ക് ഖത്തറിലെ കംപ്ലീറ്റ് ജനവും ഭയങ്കരമായിട്ടുള്ള ആവേശത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സൂര്യ TV കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും. സോ രാജേഷ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യടാ. സത്യം പറയാലോ, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ ജനങ്ങൾ ഇത്രയും പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഈ ഷോ തുടങ്ങി. ഇനി ഫസ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ് ഏതാണ്? ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ. So moving to the very first set of awards, the nomination is for the best cinematographer. Whoa! എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. കാണാൻ ഭംഗി ആക്കുന്ന ആളുകളാണല്ലോ. സത്യം പറയാം, നമ്മളെയൊക്കെ ഭംഗിയാക്കുന്നത് ഈ ക്യാമറ ആൾക്കാരാണ്. യാതൊരു സംശയമില്ല. മാത്രമല്ല ഞാൻ ബാക്കി കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് ഞാൻ ബാക്കി. തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരു കിട്ടിലം എന്താ പറയുക ടെക്നിക്കൽ കോംബോ ആണ്. സത്യം പറഞ്ഞ ഒരു നെക്ക് ടു നെക്ക് സിറ്റുവേഷൻ ആണ്. ആർക്കാണ് കിട്ടാന്ന് നമുക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇത് പറയാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാമറയാണ് ഒരാളെ ഭംഗിയായിട്ട് കാണിക്കുന്നത്. ഏത് ക്യാമറ വെച്ചാലും ഭംഗിയായിട്ട് കാണുന്ന ഒരു കുട്ടിയുണ്ട്, സഞ്ജന ഗൽറാണി. സഞ്ജന ഗൽറാണി, ഇത് എക്സ്ട്രീംലി ഗോർജിയസ് സഞ്ജന ഗൽറാണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. The Pantaloon Saima Best Cinematographer Malayalam goes to Girish Gangadharan for Swatanatriyam Ardharatriyattil. Thank you, Saima. Thank you, everyone. Pantaloon Saima 2019, co-presented by Hello App. Oh my God, തൃഷ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എന്താ പറയാ, ചെറുപ്പം പോലെ കണ്ട് നമ്മളൊക്കെ ഭയങ്കര ഫാൻസ് ആണ് തൃഷ. ആൻഡ് തൃഷയുടെ കുറെ ഫാൻസ് ഇവിടെ ഉണ്ട്. കൈൻഡ്ലി പ്ലീസ് സേ ഹൈ ടു അവർ ഓഡിയൻസ്. A round of applause, ladies and gentlemen, for this wonderful talent, Trisha. Beautiful, gorgeous Trisha. Rajesh. Yes. This is Saima Pantaloons 2019. അതൊക്കെ സത്യം, അതൊക്കെ അവിടെ കിടക്കട്ടെ. Yes. പക്ഷെ ഈ ഒരു സൈമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ടടാ. ലാലേട്ടൻ എത്തിക്കഴിഞ്ഞു. ഒരു മാരക എൻട്രി ആയിട്ടാണ് ഖത്തറിന്റെ ഈ വേദിയിലേക്ക് ലാലേട്ടൻ വരാൻ പോകുന്നത്. അതെ, ലാലേട്ടൻ എത്തിക്കഴിഞ്ഞു. ലാലേട്ടന്റെ ഒരു മാസ് എൻട്രി. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നു. വാക്സ് ചെയ്തുകൊണ്ട് കാണുന്നില്ല. മോഹൻലാൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ലാലേട്ടന് വേണ്ടിയുള്ള ഒരു സ്നേഹ പ്രകടനമാണ് നമ്മുടെ ഓഡിയൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലേട്ട ഒന്ന് തിരിഞ്ഞു നോക്കൂ, അവിടെ ആ സ്റ്റേജിലേക്ക് നോക്കൂ, ഓഡിയൻസിലേക്ക് നോക്കൂ. താങ്ക് യു സോ മച്ച് ഓഡിയൻസ്, സച്ച് എ ബ്യൂട്ടിഫുൾ ഓഡിയൻസ്. ഖത്തർ, താങ്ക് യു ഖത്തർ ഫോർ ബീയിങ് സോ ഫാബുലസ്. താങ്ക് യു. താങ്ക് യു രാജേഷ്. അപ്പം എനിക്ക് അടുത്ത കാറ്റഗറി, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അടുത്ത കാറ്റഗറി ഏതാണ്? പാന്തലൂൺസ് ബെസ്റ്റ് ലിറിക് റൈറ്റർ മലയാളം സിനിമയിലെ ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരത്തെ പറ്റിയാണ്. യെസ്, സോ നമ്മൾ നോമിനേഷൻസ് കണ്ടു. ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ വിന്നേഴ്സ് ഓഫ് പാന്തലൂൺസ് കോntest and also Sushin Sham, music director Sushin Sham, onto the stage. Pantaloon Best Lyric Writer Malayalam goes to, actually he's my favorite, Vinayak Shashikumar.
ഹലോ ഖത്തർ, ഒരുപാട് സന്തോഷം, എല്ലാവർക്കും നന്ദി. സ്പെഷ്യലാണ്, കാരണം ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ അവാർഡ് മേടിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 മൂവി ചെയ്തു സുഷിനുമായിട്ട്, ഒന്ന് വരത്തൻ, ഒന്ന് മറഡോണ. 2 ടീംസ്, മറഡോണയുടെയും വരത്തൻ്റെയും എൻ്റയർ ക്രൂവിന് താങ്ക്സ് പറയുന്നു. നമ്മളെല്ലാവരും ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു അവാർഡായിട്ട് വരുമ്പോൾ എല്ലാവരും ഭയങ്കര വെസ്റ്റേൺ ആയിട്ട്, ഭയങ്കര ഫാഷനബിൾ ആയിട്ട്, ഭയങ്കര ട്രെൻഡി ആയിട്ട് വരുന്ന സമയത്ത് ഒരു സിനിമ എന്താ പറയുക, ഒരു സിനിമ സ്റ്റൈലിൽ നിന്നൊക്കെ മാറി തനി മലയാളിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെയൊക്കെ പ്രിയ താരം ടൊവിനോ തോമസ്. മുണ്ട് മടക്കി ഉടുക്കാതെ മുണ്ട് ഉടുത്ത് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ സ്റ്റേജിൽ വന്നിട്ട് മടക്കി കുത്തുന്ന അറിയില്ല. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ വൺ ആൻഡ് ഓൺലി ടൊവിനോ തോമസ്. എന്തൊരു മലയാളി തനിമയോടെയാണ് വന്നിരിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിന് ഓണമാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു പിന്നെ നമുക്ക് ഇങ്ങനെ ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു അടുത്ത നോമിനേഷൻ നമുക്ക് പറയാം. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്, ഹൽദിറാംസ് ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോൾ. വൗ. സോ രാജേഷ്, നമുക്കറിയാം ധാരാളം ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുന്ന അടിപൊളി ആക്ട്രസസ് ഈ വർഷവും നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അഗൈൻ എ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് നൽകുന്നതിനായിട്ട് ആരാണ് വരാൻ പോകുന്നത്? Yes, to do the honors in SIIMA 2019, I would like to call upon Mr. Taran Adarsh and Manara Chopra to kindly come over to the dais, please. Yeah. Haldiram presents Best Actor in a Supporting Role, Female, Malayalam, goes to Leena for Adi. I'm feeling awesome. Hi Qatar. Lovely crowd, and thank you SIIMA. This is my 3rd SIIMA and I'm really honored to get one again. And I would like to thank Ashirwad Cinemas and director Jeetu Joseph for my role in Adi. Really enjoyed playing the character. അപ്പോൾ മലയാളത്തിലും തമിഴിലുള്ള ക്രൗഡ് ഒരുമിച്ചുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് ആദ്യം സംസാരിക്കേണ്ടി വരുന്നത്. ഓൾസോ വെരി ഗ്ലാഡ് ടു ബി പാർട്ട് ഓഫ് ദ തമിഴ് ഇൻഡസ്ട്രി വിത്ത് കടാരം കൊണ്ടാൻ ദിസ് ഇയർ. എനിവേ, താങ്ക് യു സൈമ ആൻഡ് താങ്ക് യു ലെന വൺ ആൻഡ് ഓൾ. വൺ മോർ തിങ്, ഞാൻ ആക്ച്വലി ലെനേനെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. You are becoming younger and more energy, so much of positivity. ഹിമാലയൊക്കെ പോയി ട്രാവലൊക്കെ ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് യു? ഇറ്റ്സ് സോ ഇൻസ്പയറിംഗ് ടു സീ യു സ്റ്റോറി. ബട്ട് ഹൗ ഇസ് ലൈഫ്? വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് യുവർ ലൈഫ്? എന്താ സംഭവിക്കുന്നതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ബട്ട് ദർ ഇസ് ചേഞ്ച് ഹാപ്പനിങ് ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ഇനിയും ഇതുപോലെ ധാരാളം അവാർഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ലെന. താങ്ക്സ് ടു എവറിബഡി ഹു വോട്ടഡ് ഫോർ മീ. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് പോകേണ്ട ടൈമാണ്. ദിസ് ഇസ് SIIMA 2019. Absolutely. Moving to the next set of categories, this is Unibic Best Actor in a Supporting Role. Unibic Cookies, Best Actor in a Supporting Role, Male, Malayalam, goes to Roshan Matthew for Pude. മൂവിങ് മൂവി. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് റോഷന്റെ ക്യാരക്ടർ കണ്ടിട്ട് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. യുനോ, ഒരു ഭയങ്കര ഒരു കണക്ഷൻ. നസ്രിയയുടെ ആ ഒരു സീനും ലാസ്റ്റ് ക്ലൈമാക്സിൽ ഐ ഡോണ്ട് വാണ്ട്, ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ബിക്കോസ് ഈ സിനിമ ചെയ്തിട്ട് റോഷന് ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ ലഭിച്ചിരിക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ റോഷൻ? ലൈഫിൽ ആദ്യത്തെ അവാർഡാണ്, അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി എല്ലാവർക്കും. സൈമയ്ക്ക്, ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇതിനും, എല്ലാ മലയാളികൾക്കും കൂടെ എന്ന സിനിമ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും നമസ്കാരം, എല്ലാവർക്കും വണക്കം. സിനിമയിലൊക്കെ വരുന്നതിന് ഒരുപാട് മുമ്പേ ആഗ്രഹിച്ചതായിരുന്നു.
ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമെന്ന്. സിനിമയിൽ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അഞ്ജലി മേനൻ അതിലുണ്ടായിരുന്ന ഒരു പേരാണ്. അപ്പോൾ അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൃഷ്ണൻ എന്നുള്ള കഥാപാത്രം എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദി. ഓൾമോസ്റ്റ് ഇല്ലാതായിപ്പോയൊരു അവസരത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം എന്ന് പറഞ്ഞു തന്ന ഗണേഷ് രാജിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കൽ, ക്രിക്കറ്റ് കളി, അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻസ് സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ കൂടെ തന്നെ ഈ കാറ്റഗറിയിൽ നോമിനേറ്റ് ആയിരുന്ന ശ്രീ KTC അബ്ദുള്ള മാഷിന് ഈ അവാർഡ് സമർപ്പിക്കുന്നു. താങ്ക് യു. റോഷൻ, ആൻഡ് വൺസ് അഗൈൻ ഐ ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഒരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് റോഷൻ ഇപ്പൊ മലയാളത്തിൽ നിന്ന് നേരെ ബോളിവുഡിലേക്ക് പോയിരിക്കുകയാണ്. അനുരാഗ് കശ്യപ് മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു സാധനം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അത് കിട്ടിയത് വലിയ ഭാഗ്യം. When can we expect to see that movie? Watch that. March next year. So definitely 2020 is gonna be your year, man. So all the very best and congratulations.